ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ക്രിസ്മസ്. ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ക്രിസ്മസ് ഡേയിൽ എങ്ങനെയാണ് എൻ്റെ ഒരു ഡേ പോയത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ രാവിലെ കുട്ടി ഒരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഇനി എനിക്കൊന്ന് പുറത്തു പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരണം, പിന്നെ ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ അമ്മയുടെ ബിരിയാണി റെസിപ്പിയും കൂടെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോൾ ഡാൻസിന് കുട്ടികളൊക്കെ വരും. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണുള്ളത്. പിന്നെ ബിരിയാണി കഴിക്കണം, അതൊക്കെ. അപ്പോൾ ആദ്യം ഞങ്ങൾ രാവിലെ ഒരു കുഞ്ഞി കേക്കൊക്കെ മുറിച്ചതിൻ്റെ ഒരു കുട്ടി വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. എല്ലാവരും പോയി കണ്ടിട്ട് വരും. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയൊരു കോലത്തിലായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എന്നെ കാണിക്കാത്തത്. നല്ല അടിപൊളി ഒരു പ്ലം കേക്ക് ആയിരുന്നു, കണ്ണമാമയ്ക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയതാണ്. അതൊക്കെ മുറിച്ചു. വാങ്ങിയിട്ട് വരാം, ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം ഗൈസ്. ഞാൻ ഒറ്റയ്ക്കാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയത്. തൊട്ടടുത്ത് തന്നെയുള്ള കടയായിരുന്നു, ഒരു 5 മിനിറ്റ് പോകാനേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയിട്ട്, ഇത് ഞങ്ങളുടെ മണിക്കട കടയാണ്, അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പെട്രോൾ അടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കാഞ്ഞിരം ടൗൺ എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാൻ അടുത്തൊരു കടയിൽ നിർത്തി വീണ്ടും വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാം വാങ്ങി. നീ ചിക്കനും കൂടെ വരാനുണ്ട്, അത് ഓർഡർ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ചെറിയ അടുപ്പ് സെറ്റപ്പും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഗൈസ് നമ്മുടെ ബിരിയാണി പരിപാടി. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. അമ്മയുടെ ബിരിയാണി അടിപൊളി. അപ്പോൾ നമുക്ക് അമ്മയുടെ ചിക്കൻ ബിരിയാണി റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക, പിന്നെ അതിലേക്ക് കുറച്ച് ഗീ, പിന്നെ റൈസിന് കുറച്ചൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് 2 മുളക് മുറിച്ചിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം മുന്നേ കുതിർക്കാൻ വെച്ചിട്ടുള്ള ജീരകശാല അരി 1 കിലോ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 8 പേരായതുകൊണ്ട് നമ്മൾ 1 കിലോ അരിയാണ് നമുക്ക് 2 നേരമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഗ്ലാസ് ആണോ എടുക്കുന്നത് ആ ഗ്ലാസ്സിന് 1.5 പാത്രം മതി, 1.5 ഗ്ലാസ്. അത് കഴിഞ്ഞിട്ട് അതിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കുക. ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ, കൂടെ തക്കാളിയും കൂടെ വേണം. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുപ്പിലുണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണയിലേക്ക് നമ്മളൊരു 5 ഉള്ളി അരിഞ്ഞത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിടുക. അത് നല്ലോണം വഴണ്ട് വരുന്നവരെ ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ 2 ഗ്രീൻ ചില്ലി, നമ്മുടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് നല്ലോണം വാടി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി അത് എപ്പോഴാണോ പച്ചമണം മാറുന്നത് അതുവരെ ഇളക്കുക. പിന്നെ മുളക് പൊടി ഇടുക, അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ നമ്മുടെ ചിക്കൻ മസാല അത് ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ചൊക്കെ ഇടാൻ പറ്റും, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ നമ്മൾ ബിരിയാണി മസാല എടുക്കേണ്ടത് ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ്, അതും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് പിന്നെ നമ്മൾ മല്ലിയിലയും പുതിനയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട്, തക്കാളി അധികമൊന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല, അതിലേക്ക് ഡയറക്റ്റായിട്ട് ചിക്കൻ ഇടുക. ചിക്കൻ നമ്മൾ നേരത്തെ വാങ്ങിയിട്ട് ഓൾറെഡി കഴുകി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ചിക്കനും കൂടി ഇട്ടിട്ട് ഇതെല്ലാം നല്ലോണം മാരിനേറ്റ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമ്മൾ അടച്ച് കുറേ നേരം വെച്ചു. അത് കഴിഞ്ഞ് തന്നെ ചിക്കനിലുള്ള വെള്ളം ഇറങ്ങി വന്നിട്ടുള്ളതാണിത്. എന്നിട്ട് ഈ വെള്ളം നമ്മൾ നല്ലോണം വറ്റിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർക്കുക. പിന്നെ കുറച്ച് ലെമണും കൂടെ, അമ്മ പറഞ്ഞത് അത് അരി വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ദമ്മൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വൈകിയുണ്ട്, നമുക്ക് അധികം നേരമൊന്നും ദമ്മ് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് മാത്രമേ നമ്മൾ ദമ്മ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു അടിപൊളി ബിരിയാണി കിട്ടും. ഇത് അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഇതെല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. ഞങ്ങൾക്ക് എന്തായാലും വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അച്ഛമ്മ അപ്പുറത്തെ വീട്ടിലായതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അപ്പുറത്ത് പോയിരുന്നു. രാവിലെ അവിടെ നിന്നാണ് കഴിച്ചത് എല്ലാവരും കൂടെ. ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ ഇരുന്നൊരു സിനിമയൊക്കെ കണ്ട്. ആദ്യം കടുവയാണ് കണ്ട്, പിന്നെ കാവടിയാട്ടം വെച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് നല്ലൊരു ലഞ്ച് കഴിച്ചു. കുറേ ദിവസമായി ഞാൻ നമ്മുടെ അടുത്ത് വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറയുന്നത്. എനിക്ക് അമ്മയുടെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നു. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ വരാനുള്ള സമയമായി. അപ്പോൾ ഞാനൊരു നെല്ലിക്കൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞു. ഇനി കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഡാൻസ് ക്ലാസ് ഉണ്ട്, ഒരു 6:30-7 മണി വരെ ഉള്ളൂ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ബറോസിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല, നമ്മൾ റിവ്യൂ ഒന്നും നോക്കിയില്ല. അങ്ങോട്ട് ബുക്ക് ചെയ്ത് നമ്മുടെ ലാലേട്ടൻ അവിടെ ആയിരുന്നു. അപ്പോൾ പിന്നെ റിവ്യൂ ഒന്നും നോക്കിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇനി ഒരു 2 മണിക്കൂർ ഡാൻസ് ക്ലാസ് ഉണ്ട്. കുട്ടികളൊക്കെ പോയിട്ട് ഒന്ന് വിളക്കൊക്കെ കത്തിച്ചു. നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഫുഡൊക്കെ അച്ഛമ്മയുടെ അടുത്തായതുകൊണ്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് പോകാൻ കഴിഞ്ഞു. ഞാൻ റെഡിയായി പോകാൻ വേണ്ടിയിട്ട്. ഇനി ബറോസിന് ബുക്ക് ചെയ്തിട്ടുണ്ട്.
നല്ല അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ പൊതുവെ വീട്ടുകാർക്ക് എല്ലാവർക്കും ശാന്തമായിരുന്നു മൂവി കാണാൻ ആഗ്രഹം. അടിയും കുത്തും കൊല്ലൊന്നും കാണാൻ വയ്യ. അതുകൊണ്ട് പിന്നെ മാർക്കോയിൽ പോയില്ല. നമ്മൾ ബറോസിനാണ് ബുക്ക് ചെയ്തത്. ഇനിയിപ്പോൾ ഇറങ്ങുകയാണ്. ഞാനും അച്ഛനും അമ്മയും കണ്ണമാമയും പപ്പും ഞങ്ങൾ 5 ആളും കൂടിയാണ് പോണേ. അങ്ങനെ എങ്ങടാ പോണേ? ബറോസ്. ഞങ്ങൾ 5 ആളും കൂടെയാണ് പോയതുകൊണ്ട് ഒരു വണ്ടി എടുത്തുള്ളൂ. ബറോസ് മൂവി കാണാനാണ് പോയത്. പാലക്കാട് അരോമയിലായിരുന്നു. നമ്മളപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 9 മണിക്കാണ് ഷോ. സമയം 7:30. ആദ്യമായിട്ടാണ് ഗൈസ് നമ്മൾ സിനിമയ്ക്ക് നേരത്തെ ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ ഇറങ്ങി. ഞങ്ങളൊരു അരമണിക്കൂർ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഇനി ക്രിസ്മസ് ആയതുകൊണ്ട് ചിലപ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഏട്ടനെ വ്ളോഗിൽ കൊണ്ടുവരാനുള്ള എൻ്റെ തന്ത്രപരമായിട്ടുള്ള നീക്കമായിരുന്നു ഈ കണ്ടത്. ഏട്ടൻ കുറേ ദിവസമായിട്ട് വരില്ല പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അയർലൻഡിൻ്റെ തെരുവീഥികളാണ്. അവിടെ ഇറങ്ങിയതും കടല വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഓരോരോ പാക്കറ്റ് വെച്ച് കടല വാങ്ങി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു തിരക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ബറോസ് മൂവി കാണാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അടിപിടി കാണാൻ പറഞ്ഞല്ലോ, അതുപോലെ കാണാൻ താല്പര്യമില്ലായിരുന്നു. ഇത് പഴയ ഒരു തിയേറ്ററാണ്. സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഏകദേശം സമയം 1 മണിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് 9 മണിക്കായിരുന്നു ഷോ. പാലക്കാട് വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ 12 മണിയായി. ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴത്തൂടെ ഡ്രസ്സൊന്ന് മാറ്റണം, കിടന്നുറങ്ങണം. നല്ല സിനിമയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ചില ഭാഗങ്ങളൊക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല സിനിമയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ തിയേറ്റർ അത്ര പോരായിരുന്നു. അതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്, ഒരു ക്രിസ്മസ് ഡേ ഇൻ മൈ ലൈഫ് പോലെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.